എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടാണ് ആ ഒരു കമൻറ്റ്, സ്കിൻ കെയർ ഡൗട്ട്സ് ചോദിച്ചിട്ടാണ്. സോ ഞാൻ എന്തായാലും ആ കമൻറ്റ് ഇവിടെ ഇടാം. അപ്പം സംശയങ്ങൾ ഇതൊക്കെയാണ്: എന്താണ് എസൻസും സെറമും തമ്മിലുള്ള വ്യത്യാസം, ബോഡി ബട്ടറും ബോഡി യോഗട്ടും തമ്മിലുള്ള വ്യത്യാസം, ആൻഡ് വാട്ട് ഈസ് AHA ആൻഡ് BHA എന്നുള്ളതാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇന്ന് AHA BHA എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം AHA BHA എന്നുള്ള പറയുന്ന ഒരു ടോപ്പിക് കുറച്ച് വലുതാണ്. സോ തന്നെ പിരിച്ച് പറയുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പം കമൻറ്റ് ചെയ്ത ആൾക്കപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇത് എല്ലാവരുടെയും സംശയമാണ്, എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയങ്ങളാണ്. പിന്നെ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ഒരു AHA BHA ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം എന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ AHA BHA എന്താണെന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. AHA എന്നുള്ളതും BHA എന്നുള്ളതും എക്സ്ഫോലിയൻസ് ആണ്. എന്താണ് എക്സ്ഫോലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്ത് കളയുന്നതിനെയാണ് എക്സ്ഫോലിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ വഴിയും ഒന്ന് കെമിക്കൽ വഴിയും. ഫിസിക്കൽ വഴിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി സ്ക്രബ്ബ്, അതായത് ചെറുപയർ, നമ്മുടെ ആപ്രിക്കോട്ട് സ്ക്രബ്ബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രബിങ് യൂസിങ് മെത്തേഡെല്ലാം, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂഫ പോലും ഒരു ഫിസിക്കൽ എക്സ്ഫോലിയേഷൻ ആണ്. കെമിക്കൽ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന AHA BHA അല്ലെങ്കിൽ AHA BHA അടങ്ങിയ കെമിക്കൽ പീലിംഗ്. അതെല്ലാം ആസിഡ്സ് ആണ്. കെമിക്കൽ എക്സ്ഫോലിയേഷൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഡെഡ് സ്കിൻസും എക്സസ് ഓയിലും എക്സസ് സെബവും എല്ലാം കളയുന്നത്. ഓക്കെ, ഫിസിക്കൽ പുറത്തു നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. കെമിക്കൽ എക്സ്ഫോലിയേഷൻ നമ്മുടെ അകത്തേറ്റുനിന്നാണ് ചെയ്യുന്നത്. സോ കെമിക്കൽ എക്സ്ഫോലിയേഷൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന AHA BHA. ഇനി ഒരു സാധനം കൂടിയുണ്ട്, PHA അധികം മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല, കുറച്ചായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി എല്ലാത്തിൻ്റെയും ഞാൻ ഫുൾ ഫോം പറഞ്ഞുതരാം. AHAയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. BHAയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഇനി PHAയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി ഹൈഡ്രോക്സി ആസിഡ്. PHA മാർക്കറ്റിൽ അത്ര പോപ്പുലർ അല്ല. 2-3 ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മിനിമലിസ്റ്റിൻ്റെ ഒരു PHA ടോണറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് AHA സെറവും BHA സെറവുമാണ്. AHAയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 ആസിഡ്സ് ഉണ്ട്, ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും. BHAയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സാലിസിലിക് ആസിഡാണ് കേട്ടോ. അങ്ങനെ ഈ AHAയിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആസിഡുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ടോക്ക് എന്നുള്ളതിൽ വിചാരിച്ചാൽ മതി. നമ്മൾ ഫുഡി ടോക്ക് ചെയ്യുന്ന മാതിരി സ്കിൻ കെയർ ടോക്ക്, ഓക്കെ, സ്കിന്നി ടോക്ക് അല്ലെങ്കിൽ സ്കിൻ ടോക്ക് എന്ന് വിചാരിച്ചാൽ മതി. AHAs ഒരു വാട്ടർ സോല്യൂബിൾ ആസിഡാണ്. മെയിൻലി ഷുഗറി ഫ്രൂട്ട്സിൽ നിന്നാണ് എടുക്കുന്നത്. AHAs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സർഫസ് ഓഫ് ദി സ്കിൻ, നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് പീൽ ചെയ്ത് കളയും, നമുക്ക് പുതിയ ന്യൂ സ്കിൻ വരും. അതേമാതിരി AHAs നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ്, പോഴ്സ് എല്ലാം ക്ലീൻ ചെയ്യാനും അതെല്ലാം ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് സ്കിൻ നല്ല സ്മൂത്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മെയിൻലി ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര ഹൈലി സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ ചെറിയ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് തുടങ്ങുക ഈ AHA സെറംസ്. AHA ഒരു വാട്ടർ സോല്യൂബിൾ ആസിഡ് ആണെങ്കിൽ BHA ഒരു ഓയിൽ സോല്യൂബിൾ ആസിഡാണ്. BHA സെറം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിൻ്റെ അകത്ത് പോയി ഡെഡ് സ്കിൻസും എക്സസ് സെബും എല്ലാം റിമൂവ് ചെയ്യും. ആക്നെ ട്രീറ്റ് ചെയ്യാനും നമ്മുടെ പോഴ്സ് ക്ലിയർ ചെയ്യാനും എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും സൺ ഡാമേജ് മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു BHA സെറം വളരെ നല്ലതാണ്. മെയിൻലി സ്കിൻ ടൈപ്പ് പറയുകയാണെങ്കിൽ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു സെറമാണ് അല്ലെങ്കിൽ ഒരു ആസിഡാണ് BHA സെറം. AHA ആസിഡ്സിൽ നമുക്ക് മെയിൻലി കണ്ടുവരുന്ന ആസിഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് മെയിൻലി ഡിറൈവ് ചെയ്യുന്നത് ഷുഗർ കെയിനിൽ നിന്നാണ്. പിന്നെ ഒന്ന് ലാക്റ്റിക് പാല്, ലാക്ടോസ്, അതിൽ നിന്നാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത്. പിന്നെ മെൻറ്റാലിക് ആസിഡ് ഉണ്ട്. മെയിൻലി ആൽമണ്ടിൽ നിന്നാണ് മെൻറ്റാലിക് ആസിഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്.
പിന്നെ അല്ലാതെയും കുറച്ച് ആസിഡുകളുണ്ട്, അതത്ര നമുക്ക് പോപ്പുലർ അല്ല. ലൈക്ക് ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, അങ്ങനെ കുറച്ച് ആസിഡ് ഉണ്ട്. BHAസിൽ നമുക്ക് മെയിൻലി പോപ്പുലറായിട്ട് കണ്ടുവരുന്നതാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആക്നീസ് റിമൂവ് ചെയ്യാനും ബംസ് ക്ലിയർ ചെയ്യാനും എക്സസ് സെബം ഓയിൽ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ സാലിസിലിക് ആസിഡ്സ് വളരെ 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 നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന ആസിഡ്സ് എല്ലാം നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ നമ്മുടെ സ്കിൻ കെയറിലേക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് ആയിട്ടോ, ടോണറായിട്ടോ, സെറമായിട്ടോ, മോയ്സ്ചറൈസറായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഈ പറയുന്ന ആസിഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആദ്യം ഫേസ് വാഷിൽ നിന്ന് തുടങ്ങും. ചെറിയ കോൺസെൻട്രേഷനുള്ള സാലിസിലിക് ആസിഡ് വെച്ചിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷിൽ നിന്ന് തുടങ്ങും. അതിനുശേഷം പിന്നെ നമ്മുടെ മുഖം യൂസ്ഡ് ടു ആയതിനു ശേഷം മാത്രം കോൺസെൻട്രേഷൻ കൂട്ടി വന്നാൽ മതി. ആദ്യമേ ഹൈയർ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്കിന്നെല്ലാം ഫുള്ളി ഡാമേജ് ആവും. സോ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങും. നമ്മുടെ മുഖം യൂസ്ഡ് ടു ആയാൽ മാത്രം ഹൈയർ കോൺസെൻട്രേഷനിലേക്ക് പോയാൽ മാത്രം മതി കേട്ടോ. ഈ സെറം എന്ന് പറയുന്നതെല്ലാം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. കാണാൻ ഇത്ര ചെറിയ കുപ്പിയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് ആണ് ഉണ്ടാവുക. സോ അതിൽ ഇതുവരെ സെറംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തവരാണെങ്കിൽ ഫേസ് വാഷ് ആയിട്ടോ മോയ്സ്ചറൈസർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം സെറംസിൽ തന്നെ ചെറിയ കോൺസെൻട്രേഷനിലുള്ള സെറംസ് നമുക്ക് അവൈലബിൾ ആണ്. 5%, 2%, 0.5% സാലിസിലിക് ആസിഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ക്ലിയറായി, നല്ല ക്ലീനായി, ഡെഡ് സ്കിൻസ് ഒക്കെ പോയി, ഒക്കെ നമുക്ക് സൺ ഡാമേജ് പോയി, സൺ ടാൻ പോയി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, എന്ത് സ്കിൻ കെയർ ചെയ്താലും ഇതെല്ലാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും രാവിലെ സൺസ്ക്രീൻ തേച്ചോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ സ്കിന്ന് വന്നു സൺസ്ക്രീനൊന്നും തേച്ചില്ല, നമ്മൾ വെയിലത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സൺ ടാൻ അടിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരാം. ഡബിളായിട്ട് നമ്മുടെ ഇളം സ്കിന്നായിരിക്കും, നമ്മുടെ ഫസ്റ്റ് സ്കിന്നൊക്കെ പോയിട്ട് നമുക്ക് ഇളം സ്കിന്നായിരിക്കും വരുന്നുണ്ടാവുക, ന്യൂ സ്കിന്നായിരിക്കും നമ്മുടെ ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ നമ്മുടെ സൺ ടാനും അതെല്ലാം അബ്സോർബ് ചെയ്യും. സോ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിനെ കവർ ചെയ്യണം. സോ എന്താണ് AHA BHA എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.